ഹായ്, ഹാപ്പിനെസ് ഈസ് വെൻ ദ റിയാലിറ്റി ഈസ് ബെറ്റർ ദാൻ ദ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയാറുണ്ട്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി ചിലപ്പോൾ 1, 2, 3 വർഷങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവാം. അപ്പം ഇപ്പോഴും നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അത് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യണം. അങ്ങനെ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. ഈ വർഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണോ അല്ല ഒരു വർഷം കൂടെ ചെയ്യുകയാണോ എന്നുള്ളൊരു കൃത്യമായ തീരുമാനം എടുക്കുക. ഈ വർഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വർഷം ഒരു MBBS അല്ലെങ്കിൽ BDS അഡ്മിഷൻ കിട്ടാനുള്ള റാങ്ക് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിരാശരാവേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റൊരുപാട് വഴികളുണ്ട്. ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആ മറ്റു വഴികളെ കുറിച്ചാണ്. MBBS BDS അല്ലാത്ത മെഡിക്കൽ അലൈഡ് അലോട്ട്മെന്റിനെ കുറിച്ച്, കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്ന മെഡിക്കൽ അലൈഡ് അലോട്ട്മെന്റിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ തരുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ മെഡിക്കൽ അലൈഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു മെറിറ്റ് ലിസ്റ്റ്, അതേപോലെ തന്നെ കാറ്റഗറി ലിസ്റ്റ്, ഇത് രണ്ടും ഓൾറെഡി വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി റാങ്കും അറിയാം, നിങ്ങളുടെ മെറിറ്റ് റാങ്ക് അതായത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും കൃത്യമായിട്ട് അറിയാം, ജനറൽ റാങ്കും അറിയാം. അതിനുശേഷം നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ 2 തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് നമ്മളിത് കൊടുക്കേണ്ടതെന്ന് അറിയാം. ഒന്ന്, സാധാരണ ഇതിൽ MCC അലോട്ട്മെന്റ് എന്നുള്ള ദേശീയ തലത്തിലുള്ള MBBS BDS അലോട്ട്മെന്റ് കൊടുത്തതുപോലെ തന്നെ ഒരു ആയുഷ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ അതിനെ തൊട്ട് പിന്നാലെ ഓൾ ഇന്ത്യ വെറ്റിനറി അലോട്ട്മെന്റ് എന്നിങ്ങനെ 2 അലോട്ട്മെന്റ് വരാനുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലുള്ള നമ്മുടെ മെഡിക്കൽ അലൈഡ് അലോട്ട്മെന്റ് അതും കൂടെ വരാനുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കേരളത്തിലെ മെഡിക്കൽ അലൈഡ് അലോട്ട്മെന്റ് ആണ്. ഞാൻ ആയുഷ് അലോട്ട്മെന്റിനെ കുറിച്ചിട്ടും ഓൾ ഇന്ത്യ വെറ്റിനറി അലോട്ട്മെന്റിനെ കുറിച്ചിട്ടും സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും. കാരണം ഓഗസ്റ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഗോയിങ് ടു ഫിനിഷ്. അപ്പോൾ ഇതിൽ മറ്റ് പ്രോസസ്സും അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ വരുന്ന മെഡിക്കലിൻ്റെ അലോട്ട്മെന്റ് നടക്കുന്നതുകൊണ്ട് സെപ്റ്റംബർ ആദ്യ വാരം അല്ലെങ്കിൽ ഒരു 10-ാം തീയതിയോട് കൂടിയിട്ടൊക്കെ ഇത് ആരംഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ ഡേറ്റ് നമുക്ക് പിന്നീട് ലഭിക്കുന്നതാണ്. ഇവിടെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രോസസ്സ്. മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാവുന്നു, കാറ്റഗറി ലിസ്റ്റ് വരുന്നു, അതിൽ 2 വന്നു കഴിഞ്ഞു, ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓപ്ഷൻ രജിസ്ട്രേഷന് ശേഷം സാധാരണ പോലെ തന്നെ ട്രയൽ അല്ലെങ്കിൽ പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരുന്നു. അതിനെ തുടർന്ന് ഫൈനൽ അലോട്ട്മെന്റും പിന്നെ ഫീ പേയ്മെന്റ്. അതായത് സാധാരണ എങ്ങനെയാണോ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ഒരു മെഡിക്കൽ അലൈഡ് അലോട്ട്മെന്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുവരെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. സെപ്റ്റംബറിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ ഡേറ്റ് പിന്നീട് അറിയിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ കോഴ്സുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങളൊരു കൃത്യമായ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അനാലിസിസ് ചെയ്യണം. അതായത് MBBS BDS നിങ്ങൾ 1-2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, നിങ്ങളുടെ മാർക്ക് കൂടുന്നില്ല, നിങ്ങളൊരു 400-500 റേഞ്ചിൻ്റെ അകത്താണുള്ളത് അല്ലെങ്കിൽ 380 ആ റേഞ്ചിൻ്റെ അകത്താണുള്ളത്, എങ്ങനെയും കൂടുന്നില്ല. അങ്ങനെ ഈ വർഷം തന്നെ നിങ്ങൾ എന്തായിട്ടും ഒരു മെഡിക്കൽ അലൈഡിലേക്ക് പോകാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണുക. പ്രധാനമായുള്ളത് കോഴ്സസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനൊരു വീഡിയോ സീരീസ് ആയിട്ട് 5 വീഡിയോസ് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ വീഡിയോ ആണിത്. മെഡിക്കൽ അലൈഡ് കോഴ്സുകളെ കുറിച്ച്, കോഴ്സുകളുടെ സ്കോപ്പ് 2032 ആകുമ്പോഴത്തേക്കുള്ള ഒരു സ്കോപ്പ്, അതായത് കറണ്ട് സ്കോപ്പ് നമ്മൾ പറയണം. നമ്മളൊരു പ്രഡിക്ഷനും കൂടെ നടത്തണം. കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ ഏകദേശം ഒരു 2032, കാരണം ആ സമയത്തൊക്കെ ആണ് നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് അവർ ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് അല്ലേ. അപ്പോൾ അതും കൂടെ ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോയിലല്ല, അടുത്ത വീഡിയോയിൽ. അത് ശ്രദ്ധിച്ച് സീരീസ് കാണും. ഒന്നാമതായിട്ട് ഇതിൽ വരുന്നൊരു കോഴ്സ് എന്ന് പറയുന്നത് BSc അഗ്രികൾച്ചർ ആണ്. രണ്ടാമതായിട്ട് വരുന്ന BSc ഫോറസ്ട്രി ഉണ്ട്. മൂന്നാമതായിട്ട് ഒരു ഓർഡറിൽ ഞാൻ കൊടുത്തേ ഉള്ളൂ. മൂന്നാമതായിട്ട് വരുന്നത് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. വളരെ റെയർ ആയിട്ട് അധികം ആൾക്കാർക്ക് അറിയാത്തൊരു കോഴ്സാണ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. വിശദമായിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസ് എന്നുള്ള റിസർച്ച് പോസിബിലിറ്റീസ് ഒക്കെയുള്ള വരുന്ന കാലത്ത് കൂടുതൽ സാധ്യതയുള്ള ഒരു കോഴ്സ് വരുന്നുണ്ട്. BTech ബയോടെക്നോളജി വരുന്നുണ്ട്. പിന്നെ വെറ്റിനറി സയൻസ് വരുന്നുണ്ട്. പിന്നെ ഫിഷറി സയൻസ് വരുന്നുണ്ട്. പിന്നെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി ഡോക്ടർ കോഴ്സുകളായ അല്ലെങ്കിൽ MBBS കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടർ എന്ന് വിളിക്കാൻ പറ്റുന്ന മറ്റു കോഴ്സുകളായ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി ഈ കോഴ്സുകളൊക്കെയാണ് ഈ വരാൻ വേണ്ടി പോകുന്നത് സെപ്റ്റംബർ മാസത്തിൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്ന ഈ അലോട്ട്മെന്റിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് എടുത്തൊന്ന് പരിശോധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. ആയുർവേദ കോളേജസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 2 സെക്ടറിലായിട്ടാണ് കേരളത്തിൽ ആയുർവേദ കോളേജുകളുള്ളത്. ഗവൺമെൻറ് ആയുർവേദ കോളേജുകളുണ്ട്, സെൽഫ് ഫിനാൻസിങ് ആയുർവേദ കോളേജുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആയുർവേദക്ക് പോകാൻ തയ്യാറാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെഷൻ വൃത്തിയായിട്ടൊന്ന് കേൾക്കുക, കാണുക. പ്രധാനമായിട്ടും നമുക്ക് ഗവൺമെൻറ് ആയുർവേദ കോളേജ് പെരിയാരം, കണ്ണൂർ, പിന്നെ വൈദ്യരതരം PS വാരിയസ് ആയുർവേദ കോളേജ്, കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ ആയുർവേദ കോളേജായ കോട്ടക്കൽ. ഇപ്പോൾ ആയുർവേദ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പേരിൽ മനസ്സിലേക്ക് വരുന്ന സ്ഥലം കോട്ടക്കലാണ്, മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ. പിന്നെ തൃശ്ശൂരിലെ ഒല്ലൂരിൽ ആയുർവേദ കോളേജ് ഉണ്ട്. പിന്നെ തൃപ്പൂണിത്തുറയിൽ ആയുർവേദ കോളേജ് ഉണ്ട്. പിന്നെ തിരുവനന്തപുരം. ഇത്രയാണ് ഗവൺമെന്റ് സെക്ടറിൽ ആയുർവേദ കോളേജുകൾ. പിന്നെ അഹാലിയ, അഷ്ടമംഗം,
അഷ്ടാംഗം, KMCT, മന്നം, നങ്ങേലി, പങ്കജ കസ്തൂരി, PNNM, PN പണിക്കർ, MVR, ശാന്തിഗിരി, ശ്രീനാരായണ, വിഷ്ണു ആയുർവേദ കോളേജ്, ഷൊർണൂർ, ഇത്രയും സെൽഫ് ഫിനാൻസിങ് ആയുർവേദ കോളേജുകളിലുണ്ട്. ഇപ്പം ഇത്രയും കോളേജുകളിലേക്കാണ് നമ്മുടെ ഈ അലോട്ട്മെന്റ് നടക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിദ്ധ യുനാനി, നമ്മുടെ മറ്റ് 2 ഡോക്ടർ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുന്ന കോഴ്സുകളാണ് സിദ്ധ യുനാനി കോഴ്സുകൾ. ഇപ്പം നമുക്ക് യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് പ്രകൃതി ചികിത്സയായിട്ട് നാച്ചുറോപ്പതി ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന പലരും നാച്ചുറോപ്പതി, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻസ് അല്ലെങ്കിൽ നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് ആയിട്ടാണ് പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഫീൽഡിനെ ഒന്ന് എൻറിച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാം. കാരണം മുമ്പേയൊക്കെ ആരും അധികം ശ്രദ്ധിക്കാതിരുന്ന കാര്യങ്ങൾ ഈ അലോപ്പതി മെഡിസിൻസ് മാത്രം ഉണ്ടായ സമയത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ള ഒരു മറ്റ് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട നാച്ചുറോപ്പതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ 2 കോഴ്സുകൾ വളരെ കൂടുതൽ സഹായിക്കുന്നതാണ്. ബാച്ചുലർ ഓഫ് സിദ്ധ മെഡിസിൻ ശാന്തിഗിരി സിദ്ധ കോളേജ്, തിരുവനന്തപുരത്തുള്ള ശാന്തിഗിരി സിദ്ധ കോളേജ്. യുനാനി വരുന്നത് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ്. ഈ 2 കോളേജുകളിലാണ്, അതായത് BSMS ഒരു കോളേജിലും BUMS യുനാനി ഒരു കോളേജിലും. കോഴിക്കോട് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിലാണ് BUMS യുനാനി ഉള്ളത്. സിദ്ധ ഉള്ളത് ശാന്തിഗിരി മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്താണ്. ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്താണ്. ഇതാണ് BSMS BUMSന്റെ ക്യാമ്പസ് ഇൻഫർമേഷൻ. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനിലേക്ക് പോവാം. അഗ്രികൾച്ചർ ആൻഡ് വെറ്റിനറി സയൻസ്. കേരളത്തിൽ 4 അഗ്രികൾച്ചർ കോളേജുകളാണുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പേരുകൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്തുണ്ട്, തൃശ്ശൂരുണ്ട്, കാസർഗോഡ്, വയനാട്, അല്ലെ? ഈ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി, വെള്ളാനിക്കര, പടന്നക്കാട്, അമ്പലവയൽ, ഈ 4 സ്ഥലങ്ങൾ, കാസർഗോഡ്, തൃശ്ശൂർ, വയനാട്, തിരുവനന്തപുരം, ഈ 4 സ്ഥലങ്ങളിലാണ് കേരളത്തിലെ അഗ്രികൾച്ചർ കോളേജുകളുള്ളത്. അഗ്രികൾച്ചറിന്റെ സ്കോപ്പ്, അതിന്റെ എക്സ്പെക്റ്റഡ് റാങ്ക് ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടതാണ്. ഒരു കുട്ടി പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ആൾക്കാർ പഠിക്കുന്ന ഒരു കോഴ്സ് അഗ്രികൾച്ചർ ആണ് എന്നാണ്. ഒരു ചെടിയൊക്കെ നട്ട് അതിനിങ്ങനെ പൂക്കളുണ്ടായി, കായ്കളുണ്ടായി, അതിങ്ങനെ വളരുമ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ട. UP നിന്നായിട്ടുള്ളൊരു വീഡിയോ ആണ്, ഒരു അഗ്രികൾച്ചർ കോളേജിൽ നിന്നുള്ളത്. അപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന, നല്ല ജോലി സാധ്യതകളുള്ള, ഗവൺമെന്റ് മേഖലയിലും സ്വകാര്യ മേഖലയിലും നല്ല ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സ് തന്നെയാണ് അഗ്രികൾച്ചർ. അതിൻ്റെ സാധ്യതകളും കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെറ്റിനറി, അല്ലെ? വെറ്റിനറി 2 കോളേജുകളാണ് കേരളത്തിലുള്ളത്. കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് മണ്ണൂത്തി, തൃശ്ശൂർ. പിന്നെ വയനാട് ആനിമൽ ഹസ്ബൻഡറി കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് വയനാട്. ഈ 2 കോളേജ് മണ്ണൂത്തി, തൃശ്ശൂരും വയനാടാണ് വെറ്റിനറിയുടെ കോളേജുകൾ. അപ്പോൾ ദിസ് ഈസ് ദ ക്യാമ്പസ് ഇൻഫർമേഷൻ കണക്റ്റഡ് വിത്ത് അഗ്രികൾച്ചർ ആൻഡ് വെറ്റിനറി. ഇനി നമുക്ക് മറ്റ് ക്യാമ്പസുകളിലേക്ക് പോകുന്ന സമയത്ത് ഹോമിയോ മെഡിക്കൽ കോളേജുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ഹോമിയോ മെഡിക്കൽ കോളേജുകളില്ല, ഗവൺമെന്റ് മേഖലയിൽ മാത്രമേ ഉള്ളൂ. സ്വകാര്യ മേഖലയിലെ ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കോളേജുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പൊതുവെ ഇത്തരത്തിലുള്ള ഹോമിയോ തേടി പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായം. കാരണം ചില അസുഖങ്ങൾക്ക് പ്രത്യേകിച്ച് ഹോമിയോപ്പതി വളരെയധികം എഫക്റ്റീവാണ്. പിന്നെ അത് മാത്രമല്ല സർക്കാർ മെഡിക്കൽ കോളേജ് തന്നെയാണ് നടത്തുന്നത്. പല രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം, ഹോമിയോപ്പതി ശാസ്ത്രീയമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാണാം. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ താമസിക്കുന്ന കാലിക്കറ്റാണ്. കാലിക്കറ്റൊക്കെയുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്. അവിടെ പോകുന്ന പേഷ്യൻസിൻ്റെ ഒക്കെ ഇപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. ഞാനിപ്പോൾ ഈ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സൈക്യാട്രിക് ആയിട്ടുള്ള കൺസൾട്ടേഷൻ എടുക്കേണ്ട കേസസ് ഉണ്ടാവും. അപ്പോൾ സാധാരണഗതിയിൽ അവർക്ക് ഒരു സൈക്യാട്രിസ്റ്റിന്, അതായത് MBBS MD സൈക്യാട്രി ചെയ്ത ഒരാളെ കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുക ഹോമിയോ ഇതിലാണ്, നല്ല എഫക്റ്റീവ് ആവുന്നുണ്ട്. അത് ഒന്നിനും നമ്മൾ കുറ്റം പറയാനൊന്നുമല്ല, അതിപ്പോൾ ഒരു ആർഗ്യുമെന്റ്സ് ഒരു ഭാഗത്ത് നടക്കുകയാണ്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഹോമിയോപ്പതി ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ നടത്തുന്ന, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വളരെയധികം സഹകരണത്തോടുകൂടെ നടത്തുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഹോമിയോ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടാം. വളരെ കോൺഫിഡൻ്റ് ആയി പഠിക്കാം. എറണാകുളം, കോഴിക്കോട്, കോട്ടയം, നേമം, തിരുവനന്തപുരം ഇത്രയും സ്ഥലങ്ങളിലാണ് ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ കോളേജുകളുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ അത് ഹോമിയോൻ്റെ ക്യാമ്പസ് ഇൻഫർമേഷൻ ആണ്. പിന്നെ നമുക്ക് ഇനി വേണ്ടത് മറ്റ് ഈ ഒരു വീഡിയോയിൽ അവസാനമായിട്ട് ഈ ഒരു ക്യാമ്പസ് ഇൻഫർമേഷൻ ഏതാണ്, ഫിഷറീസ് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇല്ല, ഞാൻ കുറച്ച് ചെറിയ ലെറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ വലുതാണ് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഫിഷറീസ് സയൻസ് BFSc ഫിഷറീസ് സയൻസ് വരുന്നത്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നീട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ
ഫിഷറി സയൻസ് വരുന്നത് പനങ്ങാട്, എറണാകുളം, പയ്യന്നൂർ, കണ്ണൂർ ഈ 2 സ്ഥലങ്ങളാണ് ഫിഷറീസ്. BSc ഫിഷറീസ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുക. അതേപോലെ തന്നെ BSc ഫോറസ്റ്റ് പഠിക്കാൻ സാധിക്കുന്ന കോളേജ് ഓഫ് ഫോറസ്ട്രി അണ്ടർ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെള്ളാനിക്കര, തൃശ്ശൂരാണ്. ഇത് നിങ്ങൾക്ക് പരിഗണിക്കാൻ വേണ്ടി പറ്റുന്ന മറ്റ് 2 കോഴ്സുകളാണ് ഫിഷറീസും ഫോറസ്ട്രിയും. പ്രത്യേകിച്ചും ഒരു സർക്കാർ ജോലി വേണം അല്ലെങ്കിൽ ഗവേഷണമായിട്ട് ബന്ധപ്പെട്ട രീതിയിലേക്ക് പോകണം എന്നുള്ള ആൾക്കാർക്കൊക്കെ വളരെ പറ്റിയൊരു ഫീൽഡാണ്. പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, മരങ്ങള്, വന ഗവേഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സാധ്യതകളാണ് ഫോറസ്ട്രിയിലുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് സർക്കാർ ജോലികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫിഷറീസ്, സമുദ്ര ഗവേഷണം, മത്സ്യ ഗവേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സമുദ്ര ഗവേഷണം കൂടുതലും മറ്റൊരു കോഴ്സാണ് വരുന്നത്. കൂടുതലും ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട മത്സ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട റിസർച്ചും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇറ്റ്സ് കണക്റ്റഡ് ആണ് രണ്ടും. ഓക്കെ. പിന്നെ BSc ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ചർ, ഇതിന് വരുന്ന കാലത്ത് വളരെ കൂടുതൽ സാധ്യതകളുള്ള മറ്റൊരു കോഴ്സായിട്ട് പരിഗണിക്കുന്നതാണ് ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് BSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസ്. അടുത്തൊരു വീഡിയോയിൽ ഇതിനൊക്കെ എത്ര റാങ്ക് വരെ പോയി എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ കാര്യം കൂടെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. അത് നടക്കുന്നത് വെള്ളാനിക്കര, തൃശ്ശൂരാണ് ആ ഒരു ക്യാമ്പസ് ഉള്ളത്. പിന്നെ BTech ബയോടെക്നോളജി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ BTech ബയോടെക്നോളജി കോഴ്സുകളിലേക്ക് വെള്ളാനിക്കരയിൽ നടക്കുന്ന BTech ബയോടെക്നോളജി കോഴ്സുകളിലേക്കും നീറ്റ് സ്കോർ വഴി കേരള സർക്കാർ CE കോളേജ് കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ പ്രവേശനം നൽകുന്നുണ്ട്. ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് മറ്റൊരു നല്ല ഓപ്ഷനാണ്. പുറത്തൊക്കെ പോകാൻ ബയോടെക്നോളജി വരുന്ന കാലത്ത് 2030 ഏറ്റവും മികച്ച കോഴ്സുകൾ എന്ന് പറയുന്നത് ബയോളജി റിലേറ്റഡ് ആയിട്ട് പറയുന്നത് ബയോടെക്നോളജി കോഴ്സുകളാണ്. അപ്പോൾ BTech ബയോടെക്നോളജി കേരള സർക്കാരിൻ്റെ അണ്ടറിൽ പഠിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത്രയും സാധ്യതകളുണ്ട്. അപ്പം നമ്മളിവിടെ ശരിക്കും 4 അക്ഷരങ്ങളാണ്. ഇതും കൂടെ പറഞ്ഞിട്ട് പറയാം. BSc ഓണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അതും വെള്ളാനിക്കര തന്നെയാണ്. കോളേജ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ആൻഡ് മാനേജ്മെന്റ് കേരള, അതും വെള്ളാനിക്കര, തൃശ്ശൂർ തന്നെയാണ്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി താഴെ. അപ്പോൾ ഇത്രയും കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ ഇതാണ്. ഈ വർഷം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എനിക്ക് നീറ്റ് റാങ്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് വിഷമിച്ച് ബുദ്ധിമുട്ടിയിരിക്കുകയാണോ, മറ്റൊന്നിനും ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയാലിറ്റി എന്താണ്, ഇപ്പോഴുള്ള റാങ്ക് എന്താണ്, അതിന് കിട്ടുന്ന കോഴ്സുകൾ എന്താണെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഇത്രയും കോഴ്സുകളാണ്. അപ്പോൾ ഈ കോഴ്സുകളുടെ വിശദമായിട്ടുള്ള സ്കോപ്പ്, അതിൻ്റെ അഡ്മിഷൻ സാധ്യതകളൊക്കെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യുക. ഈ ഒരു സീരീസ് തുടർന്നും കാണാം. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.